കാറ്റഗറിയിലുള്ള പെർഫോമൻസുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് മാത്രമല്ല ഇനിയുമുണ്ട് പെർഫോമൻസുകൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പൊതുസമ്മേളനത്തിന് ശേഷം ആ പെർഫോമൻസുകളിലേക്ക്, ആ ഗാനവിരുന്നിലേക്ക് ഒക്കെ നമ്മൾ പോകുന്നതായിരിക്കും. സൈലന്റ് നൈറ്റ് 2022-ൻ്റെ പൊതുസമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഔപചാരികമായി സ്വാഗതം ആശംസിക്കുവാൻ NECKയുടെ സെക്രട്ടറിയും സൈലന്റ് 22 പ്രോഗ്രാം കൺവീനർ കൂടിയായ ബഹുമാനപ്പെട്ട റോയ് സി യോഹന്നാനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് സർ. Praise the Lord and good evening to you all. We are very happy and proud to be with the mega event Silent Night 2022. Honestly, with the Kuwait Town Malayali Christian Congregation, KTMCC, as well the National Evangelical Church in Kuwait, NECK family are thankful to Asianet News Kuwait for initiating and arranging such a beautiful event. Now I take the opportunity to welcome one and all here. This auspicious moment is blessed with the presence of Reverend Emmanuel Benjamin Garib, the chairman of the National Evangelical Church and the senior pastor of ALC. On behalf of Asianet News Kuwait and KTMCC Silent Night Committee, I welcome you, Pastor, with a big applause. Now I take to welcome our Vice Chairman, Pastor Gerald Goldbeck, the Senior Pastor of ELC, who leads this congregation spiritually and socially. On behalf of all the congregation and the Silent Night Committee, I welcome you, Pastor. Thank you. Dr. Benjamin Garib, son of Pastor Emmanuel Garib, and the in charge of present ministry is in our midst. On behalf of Silent Night Committee, I welcome you, Doctor. With a big applause, I request everybody to put your hands together. We are blessed with the presence of Mrs. Jackie Sanstra, wife of late Jerry Sanstra. I am so happy to welcome you, ma'am. I have a lot of names to be mentioned here, but there is a shortage of time. As we all know, the majority of the attendees present here Malayalis. So with your permission, let me continue in Malayalam. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, മരുഭൂമിയിലെ എണ്ണപ്പാടങ്ങളുടെ നന്മയിൽ സിംഹഭാഗവും അനുഭവിപ്പാൻ ഭാഗ്യം സിദ്ധിച്ചത് ഭാരത ഭൂപടത്തിലെ താഴെത്തട്ടിലുള്ള മലയാളി മക്കൾക്കാണെന്ന് നമുക്ക് അഭിമാനിക്കാം. ഭൗതിക നന്മകൾ നൽകുന്ന ഈ രാജ്യത്തോടും ഭരണാധികാരികളോടും ഇവിടുത്തെ ജനതയോടും എന്നും നമുക്ക് കൂറുള്ളവരായിരിക്കാം. ഈ തലമുറ കണ്ട ഏറ്റവും ഭയാനകമായ കോവിഡ് മഹാമാരിയിൽ തളർന്നു പോകാതെ നിലനിർത്തിയ ദൈവത്തിന് സകല സ്തുതിസ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് അഭിമാനം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സൈലന്റ് നൈറ്റ് 2022 ക്രിസ്മസ് ദൂത് നൽകുവാൻ കേരളത്തിൻ്റെ ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സാറിൻ്റെ പേര് എൻ്റെ സ്നേഹിതൻ കൂടിയായ PSC മെമ്പർ ശ്രീ ജിനു ടി സക്കറിയ നിർദ്ദേശിച്ചപ്പോൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന 5 സഭകളുടെ നേതൃത്വം എന്നെ അറിയിച്ചത് ഇങ്ങനെയാണ്: ബഹുമാനായ മന്ത്രി സമ്മതിച്ചാൽ, അദ്ദേഹത്തിൻ്റെ സമയം അനുവദിച്ചാൽ നിങ്ങൾ തികച്ചും ഭാഗ്യവാന്മാരാണ്. അങ്ങ് കിഴക്ക് നിന്നും പൊന്നും ഒരു കുന്തിരിക്കവുമായി എത്തിയ വിദ്വാൻമാരെ പോലെ കേരളത്തിൽ നിന്നും സൈലന്റ് നൈറ്റിനുള്ള സന്ദേശവുമായി എത്തിയ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനകീയ മന്ത്രി ബഹുമാനായ പി പ്രസാദ് നമ്മളുടെ മധ്യേ എത്തിയിരിക്കുകയാണ്. നല്ല ഒരു കൈയടി നൽകാമല്ലോ. ഞാൻ പന്തളം NSS കോളേജിൽ പഠിക്കുന്ന ചെറിയ കാലത്തിൽ അന്നു മുതലേ ഒരു നേതാവിന് എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ആ നേതാവിനെ ഒരു മന്ത്രിയായി സ്വാഗതം ചെയ്യുവാൻ എനിക്ക് ലഭിച്ച അഭിമാനം ഞാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല ഒരു കരഘോഷത്തോടെ മന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മിനിസ്റ്റർ.
സംഗീതത്തോടൊപ്പമുള്ള യാത്രയാണ് സൈലന്റ് നൈറ്റിൻ്റേത്. അപ്പോൾ പിന്നെ സംഗീത ലോകത്തിൻ്റെ ശ്രേഷ്ഠ വ്യക്തിത്വം തന്നെയല്ലേ നമുക്കും ആവശ്യം? അതെ, മലയാളക്കരയിൽ സംഗീതത്തിൻ്റെ മാസ്മരിക ലോകത്തേക്ക് നമ്മെ എത്തിക്കുന്ന ശ്രീ ഔസേപ്പച്ചൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ സന്തുഷ്ടരാക്കിയിരിക്കുകയാണ്. നാഷണൽ അവാർഡ് ജേതാവായ ശ്രീ ഔസേപ്പച്ചൻ അങ്ങക്കിനിയും സംഗീത ലോകത്തിന് ധാരാളം സംഭാവനകൾ നൽകുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചേകുന്നു നല്ല ഒരു സ്വാഗതം. മലയാളക്കരയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വം, അതെ, ശ്രീ KG എബ്രഹാം നമ്മോടൊപ്പമായിരിക്കുന്നു. ബേബിച്ചാനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിരിക്കുന്ന രമേശ് സാറിനും മാത്യു വർഗീസ് സാറിനും ബീസിലെ മാത്യു വർഗീസ് സാറിനും എല്ലാം ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി സ്വാഗതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും സമയം അനുവദിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഒറ്റ വാക്കിൽ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം പറയാണ്. നല്ലൊരു കൈയടി കൊടുക്കാമല്ലോ. 100-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആരാധിക്കുന്ന ഈ ദേവാലയത്തിൽ KTMCCയോട് ചേർന്ന് സൈലന്റ് നൈറ്റ് ഒരുക്കുവാൻ ഏഷ്യാനെറ്റ് കാണിച്ച നല്ല മനസ്സിനെ ഞങ്ങൾ പ്രകീർത്തിക്കുകയാണ്. സൈലന്റ് നൈറ്റ് വിജയത്തിന് ഇവിടെ എത്തിയ ഏഷ്യാനെറ്റ് മാനേജിംഗ് എഡിറ്റർ ശ്രീ മനോജ് ദാസിനെയും ഒപ്പം വന്ന സുരേഷ് സാറിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു പേര് ഞാൻ മറന്നുപോയോ എന്ന്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയ അനിൽ അടൂരാണ്. നമുക്കറിയാം, ഏഷ്യാനെറ്റ് സ്പോർട്സിലൂടെ മലയാളക്കരയുടെ പ്രിയപ്പെട്ടവനായി മാറിയ അനിൽ ഇന്ന് കുവൈറ്റിലെ മലയാളികളുടെ സ്വന്തം അനിൽ അടൂറായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ 3 പേരെയും ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ മനോജ് സാറിനെയും സുരേഷ് സാറിനെയും അനിൽ സാറിനെയും നല്ല ഒരു കയ്യടി കൊടുക്കാമല്ലോ. സഹപ്രവർത്തനത്തിലൂടെ ഞങ്ങൾ KTMCC പ്രവർത്തകർക്ക് ഒരു സഹോദരനെ ലഭിച്ചുവെന്ന് ആത്മാർത്ഥമായി പറയാം. ഒരു ചാലൻ പ്രവർത്തകൻ എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ മികച്ച സംഘടനാ പാടവത്വവും ദീർഘവീക്ഷണവും തീർച്ചയായും ഞങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു. അതാരാണെന്നല്ലേ, മറ്റാരുമല്ല, നമ്മുടെ പ്രിയ നിക്സൺജി മാത്രമാണ്. വലിയ സാമൂഹ്യ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന പ്രിയ നിക്സൺ ജോർജിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു സൈലന്റ് നൈറ്റ് 2022. കഴിഞ്ഞ 3 മാസമായി KTMCC കുടുംബത്തിൻ്റെ ഭാഗമായി സൈലന്റ് നൈറ്റിലൂടെ ഞങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച നിക്സൺജിക്ക് നല്ല ഒരു കയ്യടിയെ കൊടുക്കുമ്പോൾ ഞങ്ങൾ ആശംസിക്കുകയാണ്, അങ്ങർക്ക് ഇനിയും കൂടുതൽ പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന്. NECക്ക് KTMCC കുടുംബത്തിന് ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല ശ്രീ ബിബി ജോർജ് ചാക്കോ. ഹാർവസ്റ്റ് TVയുടെ ഡയറക്ടറായിരിക്കുന്ന ബിബി ജോർജ് ചാക്കോയെ ഞങ്ങളോടൊപ്പം കഴിഞ്ഞ നാളുകൾ പ്രവർത്തിച്ചപ്പോൾ ഏഷ്യാനെറ്റ് ഈ സംരംഭം ഏറ്റെടുത്തപ്പോൾ ഒരു മടിയും കൂടാതെ അവർ പറഞ്ഞു, ഹാർവസ്റ്റ് TV തന്നെ പ്രവർത്തിക്കട്ടെ. ഈ സമയത്ത് ബിബി ജോർജ് ചാക്കോയ്ക്കും ബ്ലസനും ടിജോയ്ക്കും ഒരു നല്ല കൈയടി കൊടുക്കാമല്ലോ. സൈലന്റ് നൈറ്റ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുവാൻ നമ്മൾക്കൊപ്പം, നിങ്ങൾക്കറിയാം, ഒരു പക്ഷേ കുവൈറ്റിൽ ഒരു പുതുമയായി എത്തിയ ഡയന, വ്യത്യസ്ത ചാനലിലൂടെ നല്ല ഒരു അവതാരികയായി മാറിയ ശ്രീ ഡയനയ്ക്ക് നല്ല ഒരു കൈയടി കൊടുക്കാമല്ലോ. ഞാനും കൈയടിക്കുകയാണ്. ആത്മീക നേതൃത്വം, അതാണ് NECKയുടെ മുതൽക്കൂട്ട്. ബഹുമാന്യരായ അച്ഛന്മാർ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേര് പറയാതെ സ്വാഗതം ആശംസിക്കില്ലായിരുന്നു, എന്നാൽ ഇന്ന് അതിന് ഞാൻ തുനിയുന്നില്ല. എല്ലാ അച്ഛന്മാർക്കും പാസ്റ്റേഴ്സിനും എൽഡേഴ്സിനും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും നല്ല ഒരു സ്വാഗതം ചെയ്യാമല്ലോ. KTMCCയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് റജി ടി സക്കറിയ, സെക്രട്ടറി സജു വി തോമസ്, ട്രഷറർ വർഗീസ് മാത്യു, എന്നോടൊപ്പം കോമൺ കൗൺസിൽ പ്രവർത്തിക്കുന്ന അജോഷ് മാത്യു, ഷിബു വി സാം, ഇവർക്കെല്ലാം നല്ല ഒരു സ്വാഗതം ആശംസിക്കാമല്ലോ. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ഞാൻ ഈ സമയത്ത് ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഒട്ടും പ്രാധാന്യം കുറയ്ക്കാതെ 800-ൽ പരം ഗായകർ ഇന്നിവിടെ അണിനിരക്കുകയായിരുന്നു. നിങ്ങളില്ലെങ്കിൽ സൈലന്റ് നൈറ്റ് ഇല്ല. ഇന്നിവിടെ ഗാനങ്ങൾ ആലപിച്ച എല്ലാ ഗായകർക്കും നല്ല ഒരു കൈയടി കൊടുത്തുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യാമല്ലോ. അതോടൊപ്പം ഇതേറ്റവും മനോഹരമാക്കുവാൻ യൂത്ത് കോറസും മെൻസ് വോയിസും ELCയും എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളെ
വളരെ സ്നേഹ ബഹുമാന ആദരവുകളോടെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൈയടിച്ചല്ലോ, നല്ലൊരു കൈയടി കൊടുക്കാമല്ലോ. നമുക്കിവിടെ പല പേരുകളും പറയാനുണ്ടെങ്കിലും സമയം അനുവദിക്കാത്തതിൽ ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പരാമർശിക്കുന്നു. 100 പേരടങ്ങുന്ന വിശാലമായ ഒരു കമ്മിറ്റി ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. അവരെയും സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഏറ്റവും സ്നേഹ ബഹുമാനത്തോടെ ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ റോയ് കെ യോഹനാൻ. ഇനി അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു നാഷണൽ ഇവാഞ്ചലിക് ചർച്ച് കുവൈറ്റിൻ്റെ ചെയർമാൻ പാസ്റ്റർ എമാനുവൽ ഗരീബിനെ. പ്ലീസ്. And now to address the gathering, I would like to welcome onto the stage Pastor Emmanuel Garib, Chairman of NECK. Please. Please. Thank you. Add the supplementary. Praise the Lord. Praise the Lord, and good evening to everyone here. Dear brothers and sisters in Christ, I am very delighted to congratulate KTMCC leadership and members on the occasion of the Platinum Jubilee of KTMCC. We remember with thanks and gratitude the pioneers who started KTMCC about 70 years ago. I give thanks to the Lord for the Silent Night 2022 and all the churches participating in this mega event. Appreciation and thanks to Asianet News Channel for organizing this Christmas event in the compound. I would like to thank ELC for arranging the beautiful journey to Christmas, which everyone will enjoy on your left side. I welcome Honorable Agriculture Minister of Kerala State, Mr. P. Prasad, to Kuwait, and I wish him a very pleasant stay in Kuwait. What a joy to celebrate Christmas in the beginning of December in this beautiful weather. So we thank the Lord for this compound, which will celebrate in a few years 100 years of existence in this land. And we thank the Lord for the pioneers of RCA who started this compound more than 100 years ago. So we give thanks to the Lord for the pioneers and who were guided by the Holy Spirit to come and start this work. And this reminds me of the parable of mustard seed. The mustard seed is a very, very small seed, but when it is planted and grow, it will become a big, big tree, and many birds come under it. So we are the birds under the tree of NECK. We give thanks to the Lord and praises for his wonderful work in this compound. At last, I will wish a Merry Christmas and Happy New Year for you all. God bless you all. Thank you.
A big thanks to Pastor Emmanuel Garib. Moving on. സൈലന്റ് നൈറ്റ് 2022-ൻ്റെ സപ്ലിമെൻറ്റ് റിലീസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. And to lead this event, I would like to welcome to the stage Mr. Shibu V. Sam. Please. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സൈലന്റ് നൈറ്റ് 2022 മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ആഘോഷ തിമിർപ്പിലാണ് എല്ലാവരും. കഴിഞ്ഞ ഒക്ടോബർ 8 മുതൽ ഈ ഗാന ശുശ്രൂഷ ആരംഭിക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. സൈലന്റ് നൈറ്റ് 2022 ഇന്ന് ഇവിടെ തിരശ്ശീല വീഴുമെങ്കിലും വീണ്ടും ഇത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വീണ്ടും നിങ്ങൾക്ക് പാടുകയാണ്, ജനഹൃദയങ്ങളിലേക്ക് ഒഴുകുകയാണ്. ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇതിനെയെല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് ഒരു പത്രം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്, സൈലന്റ് നൈറ്റ് സ്പെഷ്യൽ സപ്ലിമെൻറ്റ്. അതിൽ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാം ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പരിധിയും പരിമിതികളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആ പരിധിയിൽ നിന്നുകൊണ്ട് മാക്സിമം ഞങ്ങൾക്ക് ചെയ്യുവാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായാൽ സദയം ക്ഷമിക്കുക. ഈ പത്രത്തിൻ്റെ ഔപചാരികമായ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് KTMCCയുടെ ബഹുമാന്യനായ ട്രഷറർ ശ്രീ വർഗീസ് മാത്യുവിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. മലയാളക്കരയുടെ പ്രിയങ്കരനായ മലയാളികളുടെ അംബാസഡർ എന്നറിയപ്പെടുന്ന ശ്രീ KG എബ്രഹാം, നമ്മളെല്ലാവരും സ്നേഹത്തോടെ ബേബിച്ചായൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് നൽകിക്കൊണ്ടാണ് ഈ പത്രം ഞങ്ങളിവിടെ പ്രകാശനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട KG എബ്രഹാം സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Please handed over this supplement to Sri KG Abraham sir for the release. സൈലന്റ് നൈറ്റ് 2022-ൻ്റെ സപ്ലിമെൻറ്റ് റിലീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Good evening. I think this is an unforgettable day. This type of event all together with all churches in Kuwait and celebrated this 2020, what is the date of it? Silent Night. It's some of the good leaders and their thinking brought these churches together. I hope all these churches continue like this without any argument, without us full unity. I hope so. I wish all of you Merry Christmas and Christmas days for you people. Thank you very much. Thank you, sir. I would like to request Sri KG Abraham sir to kindly accept our token of appreciation. The treasurer of KTMCC, Mr. Varghese Matthew, is now handing over the memento of Silent Night 2022 to Sri KG Abraham. Thank you all. ഇനി അടുത്തതായി സൈലന്റ് നൈറ്റിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ മനോജ് കെ ദാസ്. പ്ലീസ് സർ, നിറഞ്ഞ കൈകടികൾ കൊടുത്തുകൊണ്ട് നമുക്ക് ശ്രീ മനോജ് കെ ദാസിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്ലീസ് സർ. ഹലോ, നമസ്കാരം. ഇന്ന് പകൽ
ഞാനൊരു നക്ഷത്രം കണ്ടു. അത് ആകാശത്തിലല്ലായിരുന്നു, ആരുടെയും ഭവനത്തിലല്ലായിരുന്നു, ഒരു പാവം മനുഷ്യൻ്റെ കണ്ണുകളിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സെൽവൻ. അദ്ദേഹത്തെ നിങ്ങളാരും അറിയില്ല. ശ്രീ KG എബ്രഹാമിൻ്റെ 14,000-ഓളം വരുന്ന കൊലീഗ്സിൽ ഒരാളാണ് സെൽവൻ. ഈ വർഷം NBTC നൽകുന്ന 50 വീടുകളിൽ ഒന്ന് അദ്ദേഹത്തിന് ലഭിക്കും. ആ വാർത്ത അദ്ദേഹം അറിഞ്ഞ ഇന്നലെയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫാമിൽ ഞങ്ങൾ പോയപ്പോൾ ആ വാർത്ത അറിഞ്ഞ് ആ തമിഴ്നാട്ടിൽ നിന്നുള്ള ആ ബ്രദറിൻ്റെ കണ്ണുകളിലെ തിളക്കം ഒരു പക്ഷേ ഈ ക്രിസ്മസിൽ ഞാൻ ആദ്യം കണ്ട നക്ഷത്ര പുലിമ അതായിരിക്കും. Reverend priest, ladies and gentlemen, brothers and sisters of Kuwait, and all the dignitaries. Like Pastor Emmanuel Garib said, we are all perched on one single tree, and that tree is our Mother Earth. ബേബിച്ചായൻ്റെ പ്രസംഗം കൺക്ലൂഡ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു യൂണിറ്റി. ഒരുപക്ഷെ ഇത്തരം ആഘോഷങ്ങളെല്ലാം അടിവരയിടുന്നത് മനുഷ്യ മനസ്സുകൾ ഒന്നാകുന്നതിൻ്റെ പ്രാധാന്യമാണ്. ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ സാന്റാക്ലോസിൻ്റെ ഭാഗം 4 പ്രാവശ്യം വരും എന്നാണ് പണ്ട് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ ഓടി നടന്ന് വർണ്ണക്കടലാസുകൾ വാരിയെടുത്ത കുഞ്ഞു കുട്ടികളുടെ പ്രായത്തിൽ സാന്റയിലുള്ള വിശ്വാസമാണ്. ഏതോ രാത്രിയിൽ ചിമ്മിനിയിലൂടെ താഴേക്ക് ഇറങ്ങി വരുന്ന ആ സാന്റയിലുള്ള വിശ്വാസം. ഇതേ വിശ്വാസം ഇന്ന് ഒരു ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ വീണ്ടും സാന്റാക്ലോസ് കഥാപാത്രമായി വരുന്നുണ്ട്. പിന്നീട് സാന്റയിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നു. When you become a teenager, you stop believing in Santa. You stop believing in Tooth Fairy. പക്ഷെ പിന്നീട് നമ്മൾ പാരൻറ്ഹുഡിലേക്ക് ആദ്യ ചവിട്ടുപടി കടക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ നമ്മൾ വീണ്ടും സാന്റയായി മാറുകയാണ്. ആ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം എത്തിച്ചു കൊടുക്കുന്ന സാന്റയാണ്. 4-ാമത്തെ ഭാഗത്തിലാണ് എന്നെപ്പോലെ സാന്റയുടെ ഷേപ്പിലേക്ക് കടക്കുന്നത്. നരയും താടിയും വയറും ഒക്കെയായി വീണ്ടും നമ്മളൊരു സാന്റ കാലത്തേക്ക് കിടക്കുകയാണ്. പക്ഷേ ഇതിലെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ 4 ഘട്ടത്തിലും നമ്മൾ നൽകുന്ന നിഷ്കളങ്കമായ സ്നേഹസമ്മാനം, ആ സമ്മാനമായിരിക്കണം ഓരോ ക്രിസ്മസിനും അല്ലെങ്കിൽ ഓരോ പുതുവർഷത്തിലേക്കും നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ വളരെ സ്വർണ്ണ രീതിയിലുള്ള ഒരു ഓർമ്മയായി നിൽക്കേണ്ടത്. നമ്മൾ മലയാളികൾക്ക് ഏതാണ്ട് ഇതേ രൂപമുള്ള 2 കഥാപാത്രങ്ങളാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ നയിച്ചിരുന്നത്. വലിയ മീശയും കുടവയറുമായി വരുന്ന മാവേലി തമ്പുരാനും ചുവന്ന ഉടുപ്പിട്ട് കുതിരപ്പുറത്ത് റെയിൻഡിയർ വലിക്കുന്ന സ്ലെഡ്ജിൽ മഞ്ഞിലൂടെ പാഞ്ഞെത്തുന്ന ക്രിസ്മസ് അപ്പൂപ്പനും. ഈ 2 സ്നേഹത്തിൻ്റെ അംബാസിഡേഴ്സും നയിച്ച, അവരാൽ രചിക്കപ്പെട്ട ഒരു ജീവിതചര്യയിലൂടെയാണ് നമ്മളെല്ലാം കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെയും അനിലിൻ്റെയും പ്രസാദിൻ്റെയും ഒക്കെ ജനറേഷൻ ഇതെല്ലാം വായിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാന്റയെ വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇന്നത്തെ മാതിരി വിരൽ തുമ്പഞ്ഞൊടിക്കുമ്പോൾ മൊബൈൽ ഓടിയെത്തുന്ന സാന്റ അന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാവേലി, ഞങ്ങളുടെ സാന്റയും വരയ്ക്കാനും അവരെ കൊണ്ട് കഥകൾ പറയിക്കുവാനും അന്ന് സാധിച്ചിരുന്നു. ഈ ഒരു സായാഹ്നം ഏഷ്യാനെറ്റ് ന്യൂസ് സ്നേഹത്തിന് നൽകുന്ന ഒരു പ്രാധാന്യമാണ്. ആദ്യമായല്ല ഏഷ്യാനെറ്റ് ന്യൂസ് സാന്റാക്ലോസ് എന്ന അംബാസഡറെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ലോക മാധ്യമ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഞങ്ങളൊരു സാന്റ യാത്ര നടത്തി. ഫിൻലാൻഡിലുള്ള യഥാർത്ഥ സാന്റാക്ലോസ് ഏഷ്യാനെറ്റ് ന്യൂസ് സാന്റയെ ഫ്ലാഗ് ഓഫ് ചെയ്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ, അതേ ഇറ്റലിയിൽ പോയി പോപ്പ് തിരുമേനിയെ കണ്ടു, എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയെല്ലാം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സാന്റ എത്തി. എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ അനിൽ അടൂരാണ് അതിന് ചുക്കാൻ പിടിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത്, എന്തുകൊണ്ട് കുവൈറ്റിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ ഈ സാന്റയെ കൊണ്ട് കാണിക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടാ? കുട്ടികൾക്കൊപ്പം അവരുടെ പാരൻസിനെയും പോകാം. അതിന് ഏത് ഘടനയിൽ വേണം അതെന്നുള്ള ഞങ്ങൾ അറിയിക്കാം. പക്ഷേ അത്തരത്തിലൊരു സംരംഭത്തിന് നിങ്ങളുടെ എല്ലാ അകമഴിഞ്ഞ സഹായം തീർച്ചയായും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഏഷ്യാനെറ്റ് വീണ്ടും മുൻകൈ എടുത്ത് ഇവിടെ നിന്ന് ഒരു സംഘം സാന്റയെ കാണാൻ പോകും ഞങ്ങളുടെ നേതൃത്വത്തിൽ. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ആ സംരംഭത്തിനുണ്ടാവും. ഈ സായാഹ്നം ഇവിടെ ഒരുക്കിയ KTMCC,
അതേപോലെ NECK, ഏറ്റവും അന്വർത്ഥമായ ഒരു അക്രോണിമാണെന്ന് എനിക്ക് തോന്നുന്നു. NECK, നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഇൻ കുവൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അവയവമാണ് നമ്മുടെ കഴുത്ത്, തലയെയും ശരീരത്തെയും ബന്ധിപ്പിക്കുന്നത്. ആ ഒരു റോള് എനിക്ക് തോന്നുന്നു ഇവിടെ കളിച്ചതിൽ ശ്രീ യോഹന്നാൻ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ ഇത്രയും കോൺട്രിബ്യൂഷനെ ഒന്നിപ്പിച്ച് നിക്സണും സഹായത്തോടെ, നിക്സൻ്റെ എനർജിയും യോഹന്നാൻ്റെ സ്നേഹത്തോടെയുള്ള ആശ്ലേഷവും കൂടി ചേരുമ്പോൾ ഇത്രയും മനോഹരമായ സായാഹ്നങ്ങൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് മന്ത്രിയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. എല്ലാ ക്രിസ്മസിനും എല്ലാ വീട്ടിലും ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്. അങ്ങ് കൃഷിമന്ത്രി ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ കൃഷി ചെയ്ത ഒരു ക്രിസ്മസ് ട്രീ ലോകത്തെല്ലായിടത്തുള്ള മലയാളികൾക്ക് എത്തിക്കാനാവുന്നില്ല? എത്രയോ തേയിലത്തോട്ടങ്ങൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. മൂന്നാർ മലകളിൽ എത്രയോ സ്ഥലമുണ്ട്. അങ്ങ് ആ ചിന്ത, കുവൈറ്റിൽ നിന്ന് പോകുമ്പോൾ അങ്ങയുടെ മനസ്സിൽ ആ ചിന്ത വരണമെന്നും, അങ്ങനെയെങ്കിൽ എല്ലാവരും വില കൊടുത്ത് ക്രിസ്മസ് ട്രീ വാങ്ങുന്നവരാണ്. പക്ഷേ ഡെഫിനറ്റ്ലി കേരളത്തിൽ വളർന്ന ഒരു ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസ്, ബിക്കോസ് ദാറ്റ് സ്റ്റേറ്റ് ഈസ് ആർ റൂട്ട്സ്, ദാറ്റ്സ് ഫ്രം വി ഓൾ കെയിം ഫ്രം. അതുകൊണ്ട് തന്നെ ആ റൂട്ട്സിൽ നിന്ന് അടുത്ത ക്രിസ്മസിനെങ്കിലും ഒരു സ്നേഹസമ്മാനം സർക്കാർ വകയായി ഉണ്ടാക്കി പൈസ കൊടുത്ത് വാങ്ങാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. പക്ഷെ അതിൻ്റെ തുടക്കം അങ്ങ് കുറിക്കണം എന്നൊരു അഭ്യർത്ഥനയോടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത്തരം അനേകം സമ്മേളനങ്ങൾക്ക് ഇവിടെ വരാനും ഏഷ്യാനെറ്റ് ന്യൂസ് പങ്കാളിയാവാനും സാധിക്കട്ടെ എന്നും ഓരോരുത്തർക്കും നല്ലൊരു ക്രിസ്മസും പുതുവർഷവും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് ദിസ് അസംബ്ലി. താങ്ക് യു മനോജ് സർ. സൈലൻറ്റ് നൈറ്റ് 2022 ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനനായ ശ്രീ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് അവർകളെ ഞാൻ വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുകയാണ്. ടു അഡ്രസ് ദ ഗ്യാതറിംഗ് പ്ലീസ് സർ. ആദരണീയരായ വിശിഷ്ട അതിഥികൾ, ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഞാനും വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കുവൈറ്റിലെ നിരവധിയായ സംഘടനകൾ, ഇവിടങ്ങളിലെ ക്രൈസ്തവ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം ചേർന്നിട്ട് മനോഹരമായി ഇത്തരത്തിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ക്രിസ്മസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അതൊരു ക്രിസ്ത്യാനി ആവണമെന്നൊന്നുമില്ല, ഒരുപാട് ചലനങ്ങൾ തീർത്തിട്ടുണ്ട്. സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ മുതൽ ക്രിസ്മസ് ഒരു അവധിക്കാലമാണ് ഏറ്റവും പ്രധാനമായി എൻ്റെയൊക്കെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. മറ്റൊന്ന്, നാട്ടിലെല്ലാം ഉയരുന്ന ക്രിസ്മസ് നക്ഷത്രങ്ങളാണ്. ഇവിടെ നേരത്തെ കേട്ട ഈ ഗാനങ്ങളിലെല്ലാം നക്ഷത്രം ഏറ്റവും പ്രധാനമായി കടന്നു വരുന്നുണ്ട്. ആദരണീയനായ ശ്രീ മനോജ് കെ ദാസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ അദ്ദേഹം ഒരാളുടെ കണ്ണുകളിൽ കണ്ട നക്ഷത്രത്തിൻ്റെ തിളക്കത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. വിദ്വാൻമാരെ യേശുവിങ്കിലേക്ക് വഴി നടത്തി നക്ഷത്രങ്ങളെ കണ്ടവർ വളരെയധികം സന്തോഷിക്കുകയായിരുന്നു. നക്ഷത്രത്തിൻ്റെ അത്തരം പ്രാധാന്യമൊന്നും അറിയാത്ത ചെറിയ പ്രായത്തിൽ നാട്ടിലെ സാമാന്യേന സാമ്പത്തിക സ്ഥിതിയുള്ള വീടുകളുടെ മുമ്പിൽ തൂങ്ങുന്ന നക്ഷത്രങ്ങൾ കണ്ട് അത്ഭുതത്തോടുകൂടി നോക്കി നിന്നൊരു ബാല്യം എനിക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും അന്ന് അങ്ങനെ ഒരു നക്ഷത്രം വാങ്ങിച്ച് വീട്ടിൽ തൂക്കാനുള്ള സാമ്പത്തിക സ്ഥിതി തന്നെ ഇല്ലാത്തതുകൊണ്ട് അത്ഭുതത്തോടും ആദരവോടും കൂടി ആ നക്ഷത്രങ്ങളെ നോക്കിക്കാണുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നക്ഷത്രങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നതെല്ലാം. അലഞ്ഞു തിരിഞ്ഞ വിദ്വാൻമാരെ ബദലഹേമിലേക്ക് എത്തിച്ച ആ നക്ഷത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അതിനകത്ത് എന്ന് പിന്നീട് ബോധ്യപ്പെടുക ആയിരുന്നു. സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും കാരുണ്യത്തിൻ്റെയും അരികിലെത്താനുള്ള നക്ഷത്രങ്ങളായി തീരാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോഴും. അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിട്ട് സൈലൻറ്റ് നൈറ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം മാറേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം അരികിലേക്ക് എത്തുക എന്നതൊരു ക്രിസ്തീയ ദൗത്യം മാത്രമാണ് എന്ന വിശ്വാസമല്ല എനിക്കുള്ളത്. ഗോണ്ടഫോറസ് രാജാവ് ക്രിസ്ത്യാനി ആയിരുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുമാണ്. സത്യത്തിലും നീതിയിലുമെല്ലാം ഉറച്ചു നിൽക്കുക എന്നുള്ളതും തിന്മയോട് തോൽക്കാതെ
നന്മയാൽ തിന്മയെ ജയിക്കുക എന്നുമെല്ലാം സത്യവേദ പുസ്തകം കൃത്യതയോടുകൂടി എന്നവണ്ണം അടയാളപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൻ്റെ വഴികൾ അടഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന കാര്യം കൂടി നാം ഓർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും എല്ലാം വഴികൾ അടഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വയം സ്നേഹിക്കുക, കൂടുതലായി ദ്രവ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതെല്ലാം എങ്ങോട്ടെല്ലാമാണ് മനുഷ്യരെ കൊണ്ടുവന്നെത്തിക്കുന്നത് എന്നും നമ്മൾ കാണുന്നുണ്ട്. മലയാളത്തിൻ്റെ മണ്ണിൽ നരബലിയുടെ പുതിയ കഥകളെല്ലാം അരങ്ങേറുമ്പോൾ നാം അതിൻ്റെ പുതുപുത്തൻ രീതികൾ കാണുകയും കേൾക്കുകയും എല്ലാമാണ്. തൻ്റേത് എന്നതിലേക്ക് ഒരാൾ മാറി നിൽക്കുന്നതിൽ അധികം ആരും തെറ്റു പറയാറില്ല. മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിത്തീർത്താലും എനിക്ക് എൻ്റെ സമ്പത്തും എൻ്റെ ഐശ്വര്യവും വർദ്ധിച്ചേ മതിയാവുകയുള്ളൂ എന്ന ഒരു ശാഠ്യപൂർണമായ ചിന്തകളിൽ നിന്നുകൊണ്ട് അതിനെ ജീവിതവുമായി ചേർത്ത് വെക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബലി കൊടുത്താലും കുഴപ്പമില്ല എന്നൊരു ചിന്തയിലേക്ക് എത്തുകയാണ്. നരബലിയുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും. അത് ഒരാളിൽ 1, 2, 3 പേരിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല. അതിനുവേണ്ടി പാകപ്പെടുത്തുന്ന മനസ്സുകളുണ്ടാവുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നിടത്തേക്ക് ആ സ്നേഹത്തിൻ്റെ വഴികൾ അടഞ്ഞു പോകുന്നിടങ്ങൾ തുറക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കടമയും കർത്തവ്യവുമായി തീരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ദൈവം സ്നേഹമാണ് എന്നതിൽ എത്രമാത്രം നമുക്ക് കൂടുതലായി നിൽക്കാൻ കഴിയും. ദുഷ്ടന്മാരെയും നീതികെട്ടവരുടെയും മേലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം എന്ന് മത്തായി ശ്ലീഹ കൃത്യതയോടുകൂടി എന്നവണ്ണം അവതരിപ്പിക്കുന്നുണ്ട്. ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാചകങ്ങൾ അതെല്ലാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ 5, 6, 7 അധ്യായങ്ങളെല്ലാം ഗാന്ധിജിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയായിരുന്നു എന്ന് ഗാന്ധിജി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നാം ഏറ്റവും കൂടുതലായി കാണുന്നത് ഈ സ്നേഹത്തിൻ്റെ വഴികളെയാണ്. ക്രിസ്മസ് രാവുകൾ, ക്രിസ്തുമസിനെക്കുറിച്ച ചിന്തകളെല്ലാം സ്നേഹത്തിൻ്റെ വഴികൾ ഏറ്റവും കൂടുതലായി തുറന്നിടേണ്ടതിൻ്റെ ആവശ്യകതയെ നമ്മുടെ എല്ലാം മുമ്പിൽ എത്തിക്കുന്നുണ്ട്. നമുക്കിന്ന് ആ രീതിയിലേക്ക് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടിയാണ്. ജീവിതയാത്രയുടെ കഥ പറയുമ്പോൾ നല്ല ശമരിയാക്കാരനെ പറയുന്നില്ലേ? ശമരിയാക്കാരൻ ഏറ്റവും നല്ലയാൾ എന്ന് അതേവരെയും പറഞ്ഞതേ ഇല്ല. ശമരിയാക്കാരനെ മോശപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു കണക്കാക്കിയിരുന്നതെല്ലാം. നല്ല ശമരിയാക്കാരൻ്റെ കഥ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയൊന്നുമല്ല. പുരോഹിതനും ലേവായനും മാറി നിൽക്കുന്ന ഇടത്തിട്ടാണ് ശമരിയാക്കാരൻ അവിടേക്കെത്തി വഴിയിൽ മുറിവേറ്റ് കിടന്ന ആളിനെ ശുശ്രൂഷിച്ച് വഴിയമ്പലത്തിൽ എത്തിക്കുന്നത്. വഴിയമ്പലത്തിൻ്റെ പ്രാധാന്യം ശമരിയാക്കാരനിലൂടെയാണ് ലോകം ഏറ്റവും കൂടുതലായി കണ്ടത്. ഒരു സത്രത്തിന്, ഒരു വഴിയമ്പലത്തിന് ഇത്രമേൽ പ്രാധാന്യമുണ്ടോ എന്ന് അതുവരെയും ആരും അത്തരത്തിൽ ചിന്തിച്ചിരുന്നതേയില്ല. തൻ്റെ കയ്യിലുള്ളതെല്ലാം എടുത്ത് അവിടെ കൊടുത്ത് ആളിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വിട്ടയക്ക് വെക്കുന്ന, വീണ്ടും തിരികെ വരും എന്ന് ഉറപ്പു നൽകിപ്പോകുന്ന ആ ശമരിയാക്കാരൻ അന്നു മുതലാണ് നല്ല ശമരിയാക്കാരനായി മാറുന്നത്. നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ കീശയിൽ തപ്പുമ്പോൾ ഏറ്റവും ചെറിയ നോട്ട് ഏതുണ്ട് എന്ന്, ഏറ്റവും ചെറിയ നാണയം ഏതുണ്ട് എന്ന് നോക്കുന്നിടത്ത് നമുക്ക് ആ വഴികളിൽ കയറാനുള്ള അർഹതയില്ലാത്തവരായി മാറുകയാണ്. നമ്മുടെ മുമ്പിലെത്തുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദുഃഖിതനും ദീനനുമായ ആളുകളില്ലേ, അവരിലേക്ക് നമ്മൾ എങ്ങനെയാണ് കാരുണ്യത്തിൻ്റെ ഹസ്തം നീട്ടുന്നത്? ഏറ്റവും ചെറിയ ഏതുണ്ട് എന്ന്, ഏറ്റവും ചെറിയ ഏത് നോട്ടുണ്ട് എന്ന് പരതി നിൽക്കുന്നിടത്ത് നാം എങ്ങനെയാണ് സ്നേഹത്തിൻ്റെ ആ വഴികളിലേക്ക് കടക്കുന്നവർ ആയിത്തീരുക? നല്ല ശമരിയാക്കാരാവുക എന്നത് കേവലമായ വാക്കുകളിൽ മാത്രം പറഞ്ഞു പോകേണ്ടുന്ന ഒരു കാര്യം അല്ല. അവർ ഒരിക്കലും ഏറ്റവും മോശപ്പെട്ടതിൻ്റെ പ്രതിനിധികളും അല്ല. ഷക്കമിലെ മൂഢജനത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടത്തു നിന്നും നല്ല ശമരിയാക്കാരനിലേക്ക് ഉയർന്നു പൊന്തിയത് കൈകളിലുള്ളതെല്ലാം കൊടുത്തൊരാളിനെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് എടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടുന്നവർ, പ്രയാസപ്പെടുന്നവർ നമ്മുടെ ചുറ്റിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കുന്നത്. അവിടെ നമുക്ക് ഈ ജീവിതയാത്രയുടെ കഥ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തതാണ് എന്ന ഒരു പക്ഷമാണ് എനിക്കുള്ളത്. ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, ലോകത്തിൻ്റെ വെളിച്ചവും ഭൂമിയുടെ ഉപ്പുമായി മാറുക എന്ന്.
ലോകത്തിൻ്റെ വെളിച്ചം ഈ നക്ഷത്രങ്ങളിലൂടെ ലോകത്തിന് മുമ്പിൽ ആ വെളിച്ചത്തെ പ്രദാനം ചെയ്തു. ആ നക്ഷത്രങ്ങളായി നമുക്ക് മാറാൻ കഴിയുക എന്നത് ലോകത്തിന് മുമ്പിൽ വെളിച്ചമായി തീരുക എന്നുള്ളത് തന്നെയാണ്. ടാഗോറിൻ്റെ വിഖ്യാതമായ ഒരു ഹൈക്കുണ്ട്. അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ചോദിക്കുന്നു, ഞാനൊരു വിശ്രമത്തിന് പോവുകയാണ്, ആർക്ക് എൻ്റെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവും എന്ന്. ഒരു മിന്നാമിനുങ്ങ് പറയുന്നു, അടിയനെ കൊണ്ട് ആവുന്നതുപോലെ ചെയ്യാം പ്രഭു എന്ന്. സൂര്യൻ്റെ വെളിച്ചത്തോട് ഒട്ടുമേ പൊരുത്തപ്പെടാൻ, സൂര്യൻ്റെ വെളിച്ചത്തോട് ഒട്ടുമേ ചേർന്ന് നിൽക്കാൻ ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിന് ആവുകയില്ല എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തതും? സൂര്യൻ പ്രവഹിപ്പിക്കുന്ന ഊർജത്തിൻ്റെ 7,000 അടുത്ത് പോലും എത്താൻ കഴിവില്ലാത്ത ഒന്നാണ് ഒരു മിന്നാമിനുങ്ങിനെന്ന് എനിക്കും നിങ്ങൾക്കും ഉത്തമമായ ബോധ്യമുണ്ട്. എങ്കിലും ആ മിന്നാമിനുങ്ങ് പറയുകയാണ്, അടിയനെ കൊണ്ട് ആവുന്നത് പോലെ ചെയ്യാം പ്രഭു എന്നും. എന്തുകൊണ്ട് നമ്മളെക്കൊണ്ട് ആവുന്നത് പോലെ ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾ നമ്മുടെ എല്ലാം മുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട്. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ധനികരോടൊപ്പമല്ല എന്ന് നമുക്കറിയാം. ധനികർ വസിച്ചിരുന്ന യഹൂദിയായിലല്ല അദ്ദേഹം ഏറ്റവും കൂടുതലായ സമയം ചെലവഴിച്ചത്. മറിച്ച് ദരിദ്രരും പ്രാരാബ്ധങ്ങളുടെ കനലുകളിൽ ജ്വലിക്കുന്നവരുമായ ജീവിതത്തിൻ്റെ ഉടമകളുമായ മണ്ണിൻ്റെ മക്കളുടെ ഇടങ്ങളിലായിരുന്നു, ആ പുണ്യഭൂമിയായ ഗലീലിയയിലായിരുന്നു അദ്ദേഹം കൂടുതലായി സമയങ്ങൾ ചെലവഴിച്ചത്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പ്രഭാഷണങ്ങളെക്കുറിച്ച് പറയാറുണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ കന്നി പ്രസംഗം തന്നെ ഗലീലിയയിലെ സാധാരണക്കാരുടെ അടുത്തേക്കായിരുന്നു. ഗലീലിയയിൽ ഒരു ചെറിയ സുനഗോഗിലായിരുന്നു എന്നും ദരിദ്രരുടെ വിമോചനമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം എന്നും നമുക്കെല്ലാം കൃത്യതയോടുകൂടി എന്നവണ്ണം ബോധ്യമുള്ള കാര്യമാണ്. ആ ദരിദ്രരുടെ, സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ പക്ഷം ചേരുക എന്നുള്ളതും ഓരോ ക്രിസ്മസ് കാലവും എന്നോടും നിങ്ങളോടും കൃത്യതയോടുകൂടി എന്നവണ്ണം പറയുന്നുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാവുന്നു എന്ന് പറയാറുണ്ട്. മദർ തെരേസ എന്ന് പറയാറില്ലേ, വെൻ വി ലിവ് ഫോർ അതേഴ്സ് ലൈഫ് ബിക്കം മീനിങ് ഫുൾ എന്ന്. ജീവിതം അർത്ഥപൂർണ്ണമാവുന്നുണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഇവിടെ ശ്രീ മനോജ് കെ ദാസ് പറഞ്ഞത്, ലഭിച്ചായൻ്റെ ഒരു പ്രവൃത്തിയിലൂടെ കണ്ണുകളിൽ നക്ഷത്രത്തിൻ്റെ തിളക്കങ്ങൾ കണ്ട ആളുകളെ കുറിച്ചിവിടെ പറഞ്ഞത്. അപ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാവുക. എനിക്കും നിങ്ങൾക്കും ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കാൻ ഒരു ക്രിസ്മസ് ഏറ്റവും കൂടുതലായി ഒരു പ്രചോദനമായി തീരേണ്ടതുണ്ട്. നമ്മുടെ രീതികളിലെ ശരിതെറ്റുകളെ തിരിച്ചറിയുന്നതിനും തെറ്റുകൾ തിരുത്തുന്നതിനും ക്രിസ്മസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറേണ്ടതുണ്ട്. ഏറ്റവും സുന്ദരമായ രാവുകളാണ് ക്രിസ്മസിൻ്റെ രാവുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഇടങ്ങളിലേക്ക്, ആ സുന്ദരമായ ഇടങ്ങളിലേക്ക് ആ സൗന്ദര്യത്തെയെല്ലാം കൊണ്ടുവരുന്ന ഇത്തരം നിലപാടുകളുടെ ഭാഗമായിട്ടാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ടല്ലോ. അപ്പസ്തോല പ്രവർത്തികൾ കൃത്യതയോട് അവതരിപ്പിക്കുന്ന തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം വിറ്റുപിറക്കി എല്ലാവരുടെയും ആവശ്യത്തിനായി വീതിച്ചു നൽകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ലോകത്തിന് മുമ്പിലെ നാം കാണുന്ന ഒരു വിപ്ലവകരമായ പ്രവർത്തനമാണ് അതെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം മറ്റുള്ളവർക്കായി വീതിക്കാൻ കഴിയുക എന്നതിനേക്കാൾ വലിയൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയെ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുകയെന്ന് ആലോചിച്ച് നോക്കാം. ഇതെല്ലാം ഈ നാടിൻ്റെ മണ്ണിൽ അവതരിപ്പിക്കാൻ, ലോകത്തെവിടെയും അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ഒരുമ്പെടുന്നതേയില്ല. ഓരോ ഇടങ്ങളിലേക്കും നമ്മൾ എത്തുന്നത് എത്രമാത്രം പ്രയോജനമൂല്യം ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് പോലും നമ്മൾ പലപ്പോഴും നോക്കുന്നത് അങ്ങനെ പോകുമ്പോൾ എത്രമാത്രം അതിന് പ്രയോജനമുണ്ട് എന്ന് നോക്കിയിട്ടാണ്. പ്രയോജനമൂല്യത്തിൻ്റെ അളവുകോൽ വെച്ച് നോക്കിയിട്ടും ആഘോഷങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കുന്നിടത്തേക്ക് നമ്മളെല്ലാം കൊണ്ടെത്തി നിൽക്കുമ്പോൾ മനസ്സുകൾ വല്ലാണ്ട് ചുരുങ്ങിപ്പോവുകയാണ്. അതരം കൊണ്ട് പൂജിക്കുകയും ഹൃദയം അകന്നു നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായി മാറുകയാണ്. അധരങ്ങൾ കൊണ്ട് പറയുകയും ഹൃദയം അകന്നു പോവുകയും ചെയ്യാത്ത തരത്തിൽ, പ്രയോജനമൂല്യത്തിൻ്റെ കണക്ക് പുസ്തകങ്ങൾക്കകത്തേക്ക് മാറി നിൽക്കാത്ത തരത്തിൽ നമുക്ക് കൂട്ടായ്മകളെ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇത്രയും വലിയ കൂട്ടായ്മകൾ ഈ മണലാരണ്യത്തിൽ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം കൂടിയുണ്ട് എന്ന് ഞാൻ പറയട്ടെ. പലപ്പോഴും നാട്ടിൽ കഴിയാതെ പോകുന്ന കാര്യങ്ങളാണ്. സമയത്തിന് വല്ലാത്ത വിലയാണെന്ന് പറഞ്ഞ് ടൈം ഈസ് മണി എന്നൊക്കെയുള്ള വാചകങ്ങളിൽ ചേർത്തും കോർത്തും വെച്ച് നടക്കുന്ന ക്ലാസ്സുകളെല്ലാം കേട്ടിട്ടും സമയമില്ലാതെ ഓടിക്കൊണ്ടേയിരിക്കുന്നിടത്ത് ഒരു പാട്ട് കേൾക്കാൻ, സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാൻ ഒന്നിനും സമയമില്ല എന്ന് പറയുന്നിടത്ത് കുവൈറ്റിൻ്റെ മണ്ണിൽ നിങ്ങൾ ഈ സമയത്തെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളൊരു കൂട്ടായ്മയുടെ പുതിയ വസന്തത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ജീവിതം ഇതൊക്കെയാണ് എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ള അവസരങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പാടില്ല എന്ന് പറയുകയാണ്.
സംഗീതം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഔസേപ്പച്ചനെ പോലെയുള്ള അനുഗ്രഹീതരായ ആൾക്കാരിരിക്കുമ്പോൾ സംഗീതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്നും പറയുന്നതേയില്ല. കേൾക്കുന്നതിന് ഇമ്പം കൊടുക്കുന്നതാണ് സംഗീതമെന്ന് ഒറ്റ വാക്കിൽ ചിലരെല്ലാം പറയുന്നത് കേൾക്കാറുണ്ട്. ജീവിതത്തിന് കൂടി ഇമ്പം കൊടുക്കാൻ സംഗീതത്തിന് കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ കേട്ട പാട്ടുകൾ, ഇവിടെ കേട്ട ഈ വാക്കുകൾ, അതെല്ലാം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ഇമ്പം കൊടുക്കുന്നവ തന്നെയാണ്. ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെയൊക്കെ ജീവിതത്തിനും ഇമ്പം നൽകിയ, നമ്മുടെ ജീവിതത്തിൽ ഒരു സംഗീതത്തിൻ്റെ അമൃത വർഷധാരയെ നമ്മുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്തതാണ്. ആ സംഗീതത്തെ, ആ അമൃത വർഷധാരയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ആ വലിയ ചോദ്യത്തിന് ഞാനും നിങ്ങളും ഉത്തരം കണ്ടെത്തുമ്പോഴാണ് എത്രമാത്രം ക്രിസ്തുവിലേക്ക് അടുത്തു നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുക. ദൈവരാജ്യം എപ്പോഴാണ് വരിക എന്ന് എഫെസർ ചോദിച്ചതിനും ഇതാ അവിടെ, ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ഒരിക്കലും പറയാൻ കഴിയുകയില്ലായിരുന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്നും സത്യവേദ പുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ. ഞാനും നിങ്ങളും നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ദൈവരാജ്യത്തെ തേടാൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആഘോഷങ്ങളിൽ അഭിരമിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവരാജ്യത്തെ സ്ഥാപിച്ചെടുത്തുകൊണ്ടും ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ആഴക്കയങ്ങളിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളിലേക്ക് എൻ്റെയും നിങ്ങളുടെയും കൈകൾ ഒന്ന് നീങ്ങുകയെങ്കിലും ചെയ്താൽ, ഒരു നോട്ടം കൊണ്ടെങ്കിലും അവരെ സഹായിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും കഴിയുകയെങ്കിലും ചെയ്താൽ നമുക്കിതിനോടൊക്കെ കൂടുതലായി അടുത്തു നിൽക്കുന്നുവെന്ന് പറയാൻ കഴിയും. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് പറയാറില്ലേ? ഉള്ളൂർ അത് മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. അടുത്തു നിൽപ്പോർ അണിയനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം എന്നും. അടുത്തു നിൽക്കുന്ന അനുജന്മാരെ കാണാൻ കഴിയുക. അരൂപനായ ദൈവത്തെ കാണാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ദൈവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്. അതൊരു ചെറിയ വാചകം ആയിരുന്നതേയില്ല. ഏറ്റവും പ്രധാനം മണ്ണിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബൈബിൾ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിവിടെ വന്നു നിന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്ന ഒന്നല്ല. പാഠപുസ്തകങ്ങൾ വാങ്ങിച്ചെടുക്കാൻ കഴിവില്ലാത്തതിൻ്റെ പേരിൽ പഴയ പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് എനിക്ക് ആദ്യമായി കിട്ടുന്ന പുത്തൻ പുസ്തകത്തിൻ്റെ മണമുള്ള ഒന്ന് എൻ്റെ കയ്യിൽ കിട്ടിയ ഏതോ ഒരു സംഘം ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുത്ത ചുവന്ന പുറം ചട്ടയുള്ള പുതിയ നിയമത്തിൻ്റെ ഒരു പുസ്തകം തന്നെയായിരുന്നു. പുതിയ പുസ്തകത്തിൻ്റെ മണം, പുത്തൻ പുസ്തകത്തിൻ്റെ മണം ശീലിച്ചിട്ടില്ലാത്ത എൻ്റെ മുമ്പിലേക്ക് ഒരു പുതിയ പുസ്തകത്തിൻ്റെ മണം എത്തിച്ചത് ആ ബൈബിളായിരുന്നു. അതുകൊണ്ട് ബൈബിൾ അന്നേ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ എന്നോടൊപ്പം ചേർന്ന് നിന്നു. കാലങ്ങൾ പിന്നീട് പോകെ ഒരിക്കൽ ക്യൂബയിൽ പാർട്ടി പരിപാടിയുടെ ഭാഗമായി അവിടേക്ക് ചെല്ലുമ്പോൾ ചെഗുവേരയുടെ ഒരു ചെറിയ പുസ്തകവും ഹോളി ബൈബിളിൻ്റെ ഒരു വലിയ പുസ്തകവും എൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച ഒരു വീട്ടമ്മയെയും ഞാൻ മറന്നിട്ടില്ല. ഈ പുസ്തകമെല്ലാം ഇപ്പോഴും എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കാനല്ല, ഇടയ്ക്കിടയ്ക്കെല്ലാം തുറന്നു നോക്കുന്നതിന് വേണ്ടി തന്നെയാണ്. മനോഹരമായ എത്രയോ വാചകങ്ങൾ അതിനകത്തെല്ലാം ഉണ്ട്. എങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വാചകങ്ങളിൽ ഒന്ന് മനുഷ്യ നീ മണ്ണാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഡെസ് ദോ ആർട്ട് എന്നതിന് ആരാണ് ഇത്ര മനോഹരമായ ഒരു ട്രാൻസ്ലേഷൻ നൽകിയിട്ടുള്ളത് എന്ന് അറിയുകയില്ല. മനുഷ്യ നീ മണ്ണാകുന്നു എന്നുള്ളത് മരിച്ചു കഴിയുമ്പോൾ മണ്ണിലേക്ക് പോവുക എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഞാനതിനോട് അല്പം പോലും യോജിക്കുന്നില്ല എന്ന് പറയട്ടെ. ഞാനും നിങ്ങളുമെല്ലാം ഇരിക്കുന്നത് കസേരകളിലാണ് എന്നെല്ലാം പറയുമ്പോഴും മുമ്പിലിരിക്കുന്ന ശ്രീ മനോജ് കെ ദാസും അനിൽ അടൂരും അടങ്ങുന്നവർ, ബേബിച്ചായനെല്ലാം അടങ്ങുന്നവർ ഇരിക്കുന്നത് കസേരയിലാണെന്ന് പറയുമ്പോഴും ആ കസേര ഉറപ്പിച്ചിരിക്കുന്നത് ഈ മണ്ണിലാണ്. സ്റ്റേജ് ഉറപ്പിച്ചിരിക്കുന്നത് മണ്ണിലാണ്. നമ്മുടെ വീടുകൾ ഉറപ്പിച്ചിരിക്കുന്നത് മണ്ണിലാണ്. ഈ മണ്ണിനെ തഴുകിയെത്തുന്ന വായുവാണ് എന്നെയും നിങ്ങളെയും ജീവിപ്പിച്ച് നിർത്തുന്നത്. ഈ മണ്ണിലൂടെ എത്തുന്ന ജലമാണ് ജീവജലമായി നമ്മുടെ ഉള്ളിലേക്കെല്ലാം എത്തുന്നത്. അവിടം കൊണ്ടും തീരുന്നില്ല. ഈ മണ്ണിൽ നിന്നാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യമായ അന്നവും കിട്ടുന്നത്. ഈ മണ്ണിൽ നിന്നാണ് വസ്ത്രം, പരുത്തി മാത്രം ഉപയോഗിച്ചിരുന്ന പഴയ കാലത്തിൻ്റെ രീതിയുമായി ചേർത്ത് വെക്കുമ്പോൾ അതും കിട്ടുന്ന അവിടെ നിന്നാണ്. ആഹാരത്തിൻ്റെ, വസ്ത്രത്തിൻ്റെ, പാർപ്പിടത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ എല്ലാ മേഖലകളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ മണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നിൽക്കുന്നു. അതുകൊണ്ട് എത്ര കൃത്യതയോടുകൂടി, എത്ര ദീർഘവീക്ഷണത്തോടുകൂടി, എത്ര ശാസ്ത്രീയമായി, എത്ര യുക്തിപരമായിട്ടാണ് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് സത്യവേദ പുസ്തകം എന്നോടും നിങ്ങളോടും പറഞ്ഞത്. ആ മണ്ണിൻ്റെ വെളിച്ചം ഉപ്പായി ഉയർപ്പായി നിൽക്കാൻ കഴിയട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും ഈ സൈലൻറ്റ് നൈറ്റിന് എല്ലാ അർത്ഥത്തിലുമുള്ള അഭിനന്ദനങ്ങൾ, ആശംസകൾ നേർന്നുകൊണ്ട്
എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രസാദ് സർ ഒന്ന് തിരികെ പ്ലീസ് സ്റ്റേ ബാക്ക്. ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണമെന്ന് റിക്വസ്റ്റ് ഉണ്ട് സർ. പ്ലീസ് ഇത് അദ്ദേഹത്തിന് നൽകുവാനായ ശ്രീ അജോഷ് മാത്യുവിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബെത്ലഹേമിൻ്റെ താഴ്വാരത്തിൽ തണുത്തുറഞ്ഞ രാത്രികളിൽ ദൈവസ്നേഹം മനുജനായി പിറന്നതിൻ്റെ സന്തോഷം ഒരു വർഷം കൂടെ നമുക്ക് ആഘോഷിക്കുവാൻ നൽകിയ വലിയ ദൈവഭാഗ്യത്തിന് നന്ദി പറയുന്നു. ഈ സമയത്ത് നല്ല ശമരിയക്കാരൻ്റെ നല്ല ഉപമയിലൂടെ അനുഗ്രഹപൂർണമായ ഒരു സന്ദേശം കുവൈറ്റിലെ ക്രിസ്തീയ സമൂഹത്തിന് നൽകിയ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പി പ്രസാദ് സാറിനോട് NECK സമൂഹത്തിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഒരു വാക്ക് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കണം. ഞാനിങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കൊരു 10 മിനിറ്റ് അനുവദിച്ചിരുന്നതാണ്. അപ്പോൾ സമയം പോകുന്നുണ്ടോ എന്നൊരു ഭയം എന്നിലുണ്ടായിരുന്നു. ശ്രീ മനോജ് കെ ദാസ് ഒരു അഭ്യർത്ഥന വെക്കുകയുണ്ടായി. അത് ക്രിസ്മസ് ട്രീയുടെ കാര്യത്തിലാണ്. ഞാൻ അത് ചലഞ്ചെന്നൊന്നും പറയല്ല, മൂന്നാറിൽ നിന്ന് നമുക്ക് ഈ ക്രിസ്മസ് ട്രീ അവിടെ നമുക്ക് കൃഷി ചെയ്തിരിക്കും. ഞാനത് ബന്ധപ്പെട്ട ആളുകളോടെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടും നമുക്ക് നമ്മുടെ നാടിൻ്റെ മണ്ണിൽ വിളഞ്ഞ ക്രിസ്മസ് ട്രീ, അതിൻ്റെ അരിയിട്ടാണത്, അരി വെച്ചാണ് കിളിക്കുന്നത്, തണ്ടൊടിച്ച് നട്ടല്ല കിളിക്കുന്നത്, അതിൻ്റെ അരിയാണ്, അതിന് വിത്താണ് ഇടുന്നതെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനത് അങ്ങനെയാണെന്ന് തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. മൂന്നാറിൻ്റെ തണുപ്പും ആ മേഖലയുടെ പ്രത്യേകതയും കൊണ്ട് അവിടങ്ങളിൽ അത് വളർത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഏഷ്യാനെറ്റിൻ്റെ നിർദ്ദേശാനുസരണം ക്രിസ്മസ് ട്രീ കൃഷി ചെയ്യും എന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. Thank you, Prasad sir. And now to express the greetings, I would like to welcome to the stage Dr. Benyamin Kareeb, Kuwait Prison Ministry Coordinator, please. ഇനി നമ്മോട് 2 വാക്ക് സംസാരിക്കുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് കുവൈറ്റ് പ്രിസൺ മിനിസ്ട്രി കോർഡിനേറ്ററായ ഡോക്ടർ ബെന്യാമിൻ കരീബിനെ, പ്ലീസ്. Sir. Good evening. It's a privilege and honor to be here this evening for this blessed event to celebrate the birth of our Lord and Savior, Jesus Christ. It's an honor to serve as Prison Ministry Coordinator. This ministry has officially been visiting prisons in Kuwait for 17 years since 2005. All the churches in Kuwait, many of whom that you have heard today, participate in our ministry, and churches outside of these walls. So the Catholic Church, the Orthodox Church, the Coptic Orthodox Church, they're all visiting with us. We have the privilege and honor to go inside with many languages, Bibles with many languages, give them freely to Christian brothers and sisters behind bars. In this special season, we have special visits upcoming to provide the Lord's Supper, communion inside the jails, and share a meal with them and give them this message of joy that our Lord and Savior has come to this earth to be our light. So please pray with us for this ministry to continue, especially in the coming weeks, that we may get the approval for these special visits. And we have a counter in the back for any more information for you to participate. Thank you again. Merry Christmas and God bless you. Thank you, Dr. Benyamin Kareeb. ഫ്ലൈ വേൾഡ് ലക്ഷറി സംഘടിപ്പിച്ചിരിക്കുന്ന ലക്കി ഡ്രോ വിന്നേഴ്സിനെ 2 വിന്നേഴ്സിനെ കൂടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒന്നാമത്തെ വിജയി കോശി വർഗീസ്, മറ്റൊന്ന് രാഹുൽ ചൗധരിയാണ്. അങ്ങനെ നമ്മൾ മൊത്തം 4 വിജയികളെയാണ്, 4 ഭാഗ്യശാലികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്സ് നമ്മുടെ സൈലന്റ് നൈറ്റിൻ്റെയും ഭാരവാഹികളിൽ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ദി ലക്കി വിന്നേഴ്സ്. താങ്ക് യു. ഇനി വി മൂവിങ് ഓൺ.
And now I would like to welcome to the stage the President of KTMCC, Mr. Reggie T. Zakaria, please. Come on. Yes, നമ്മുടെ ഫ്ലൈ വേൾഡ് ലക്ഷറി നൽകുന്ന ഞാൻ പറഞ്ഞിരുന്നു, അതായത് ലക്കി ഡ്രോ മത്സരത്തിൽ വിജയികൾക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ്സ് ഇതൊക്കെയാണ്. ട്രോളി ബാഗ്സ് ആണ് ലക്കി ഡ്രോ വിന്നേഴ്സിന് ലഭിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മുടെ വിജയികൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി സ്റ്റേജിൽ വന്ന് ഗിഫ്റ്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. യെസ്, ശ്രീ കോശി വർഗീസ് ആണ് ഏറ്റവും ലാസ്റ്റ് നടത്തിയ നമ്മുടെ ലക്കി ഡ്രോയിലെ വിജയം. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു കയ്യടി കൊടുക്കാം. സർ, കൺഗ്രാറ്റുലേഷൻസ് സർ. സാറിന് ലഭിക്കുന്നു ഫ്ലൈ വേൾഡ് ലക്ഷറി നൽകുന്ന ട്രോളി ബാഗാണ് ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് നൽകുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക്സ് ടു ഫ്ലൈ വേൾഡ് ലക്ഷറി. താങ്ക്സ് എ ലോട്ട്. ഓ യെസ്, വി ഹാവ് അവർ സെക്കൻഡ് ലക്കി വിന്നർ മിസ്റ്റർ രാഹുൽ ചൗധരി. സർ, കൺഗ്രാറ്റുലേഷൻസ്. അദ്ദേഹത്തിന് ലഭിക്കുന്നു ഫ്ലൈ വേൾഡ് ലക്ഷറി നൽകുന്ന ട്രോളി ബാഗ് ക്രിസ്മസ് ഗിഫ്റ്റ് ലഭിക്കുകയാണ്. താങ്ക് യു. യെസ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. താങ്ക് യു സർ. യെസ്, പ്ലീസ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു KTMCCയുടെ പ്രസിഡന്റ് മിസ്റ്റർ റെജി ടി സക്കറിയയെ. പ്ലീസ് സർ, പ്ലീസ്. Praise God. Respected Chairman of National Evangelical Church, Reverend Emmanuel Garib, Pastor Gerard Goldbeek, Dr. Benjamin Garib, and Mr. Manoj Das, and the Asianet officials, also our Minister of Agriculture, Mr. P. Prasad, and great musician, Mr. Ausay Pachan, and respected Achans, pastors, elders, and our brothers and sisters. Greetings to you all in the matchless name of our Lord and Savior, Jesus Christ. First of all, I praise and thank God for such a wonderful leader, Dr. Benjamin Garib, who is leading prison ministry on behalf of all of us. Let Almighty God bless all the team members of prison ministry team. With your kind permission, may I say a few words in our language, Malayalam. മഹത്തായ KTMCCയുടെ പാരമ്പര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ഞാനും അഭിമാനം കൊള്ളുന്നു. KTMCCയുടെ പോളിസിയിൽ നിന്നുകൊണ്ട് ഈ വർഷം KTMCCയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുമ്പോൾ പ്ലാറ്റിനം ജൂബിലിയെക്കുറിച്ചോ ഇത്രയേറെ പരിപാടികളെക്കുറിച്ചോ ഒന്നും എനിക്കൊരു അറിവുമില്ലായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നുകൊണ്ട് 7 പതിറ്റാണ്ടുകൾ ഈ മരുഭൂമിയിൽ നടത്തിയ നാഥൻ്റെ കരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വർഷം വിശേഷാൽ പ്ലാറ്റിനം ജൂബിലി വർഷം KTMCCയിലൂടെ അനേക പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് കരുണ കാണിച്ചു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. സർവശക്തൻ തൻ്റെ അനുഗ്രഹം മാറി നമ്മിലേക്ക് ചൊരിയുകയായിരുന്നു. സർവമാനവും മഹത്വവും പുകഴ്ചയും തമ്പുരാൻ അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമ്മളിവിടെ കേട്ടല്ലോ പ്രിസൺ മിനിസ്ട്രിയെക്കുറിച്ച്. ജയിലിൽ തടവിലായി കിടക്കുന്ന നമ്മളെപ്പോലുള്ള സഹോദരങ്ങൾ പലരും അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു സഹായത്തിന് വേണ്ടി ആയിരിക്കുമ്പോൾ നമ്മളെ പോലെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവരെ സഹായിക്കുവാൻ കഴിയും. അതുകൊണ്ട് KTMCC ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഇടുകയാണ്. തടവിലായിരിക്കുന്ന ഈ പ്രിയ സഹോദരങ്ങളെ സഹായിക്കുവാനായിട്ട് ഒരു ഓഫർട്ടറി ഇവിടെ എടുക്കുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. Here I request all KTMCC executive members and volunteers and prison ministry volunteers, please come forward and arrange an offertory for this great cause. God bless you all. Thank you.